അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദം ഉള്ള മനുഷ്യർക്ക് സമാധാനം. ദൈവശക്തിയും സമാധാനവും ജ്ഞാനവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനങ്ങൾ എല്ലാവർക്കും, പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസന്മാർക്ക്. ഈ പുതിയ സന്ധ്യയ്ക്കായി ദൈവത്തിന് സ്തോത്രം. ഓരോ ദിവസവും നമ്മുടെ ഭാരങ്ങളെ ചുമന്ന് പെറ്റതള്ളയേക്കാൾ നമ്മെ ഉറ്റു സ്നേഹിക്കുന്ന ദൈവം നമ്മെ നടത്തുന്നതോർത്ത് സ്തോത്രം. ഒരു ജനനി തൻ്റെ കുഞ്ഞിനെ മറക്കാൻ സാധ്യതയില്ല. ഇനി അങ്ങനെ സംഭവിച്ചാലും നമ്മെ മറക്കില്ലെന്ന് വാഗ്ദത്തം ചെയ്ത നമ്മുടെ കർത്താവ് അഗ്നിയിൽ കൂടെ കടന്നു പോകുമ്പോൾ അത് നമ്മെ ദഹിപ്പിക്കാതെ, വെള്ളത്തിൽ കൂടെ നാം പോകുമ്പോൾ അത് നമ്മെ മുക്കിക്കളയാതെ നമ്മെ പരിരക്ഷിക്കുന്ന നമ്മുടെ സംരക്ഷകനായ ദൈവത്തിന് സ്തോത്രം. പിന്നെയും ആ നല്ല ഇടയനായ കർത്താവിൽ നമുക്ക് ആശ്രയിച്ച് അവന്റെ കൈക്കിലെ ആടുകളായിരിക്കാൻ ദൈവം നമുക്കെല്ലാവർക്കും കൃപ ചെയ്യട്ടെ. തിരുവെഴുത്തുകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ ഉപസംഹാര ഭാഗങ്ങളിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ലവോദിക്യ സഭയുടെ 8 വിധമായ പോരായ്മകൾ, 8 വിധമായുള്ള അവരുടെ യഥാർത്ഥ അവസ്ഥ, അതാണ് നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് തങ്ങളെക്കുറിച്ച് തന്നെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. എന്നാൽ അത് പൂർണ്ണമായും തെറ്റായിരുന്നുവെന്ന് യേശു കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു. നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് നമുക്കും പലപ്പോഴും നമ്മെക്കുറിച്ചുള്ള ധാരണകൾ തികച്ചും തെറ്റാണ്. കഴിഞ്ഞൊരു ദിവസം ഞാൻ പറഞ്ഞ കാര്യം ആവർത്തിക്കുന്നു. നമുക്ക് നമ്മെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെക്കാളും മറ്റുള്ളവർക്ക് നമ്മെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെക്കാളും നാം വില കൽപ്പിക്കേണ്ടത് ദൈവത്തിന്റെ അഭിപ്രായങ്ങൾക്കാണ്. We should least concern about our own opinions or others' opinions regarding us, but we should consider on God's opinions about us. What does God say? What does God think about us? ദൈവം എന്താണ് നമ്മെപ്പറ്റി അഭിപ്രായപ്പെടുന്നത്, ചിന്തിക്കുന്നത്? അതായിരിക്കണം നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത്. സ്തോത്രം. അതെപ്പോഴും നമ്മൾ അറിയാനായിട്ട് ശ്രമിക്കണം. സ്തോത്രം. എപ്പോഴും അത് നമുക്ക് നമ്മൾ 2 വ്യക്തികൾ വളരെ അടുത്ത് ഇടപഴകുന്നവരാണെങ്കിൽ അടുത്ത വ്യക്തിയിൽ വരുന്ന ചെറിയ മാറ്റങ്ങൾ പോലും നമുക്ക് സെൻസ് ചെയ്യാൻ, മനസ്സിലാക്കാൻ പറ്റും. എന്താ ഒരു രസക്കേടെന്ന് നമ്മൾ ചോദിക്കും. എന്തോ ഒരു പ്രയാസമുള്ള പോലെ തോന്നുന്നല്ലോ, നമുക്ക് തിരിച്ചറിയാൻ പറ്റും. മുമ്പൊരിക്കൽ ഒരു കൗൺസിലർ പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കുന്നവരാ. അപ്പൊ ഇങ്ങനെ എന്തോ പറഞ്ഞു വന്ന വഴിക്ക് ഭാര്യയോട് ഭർത്താവ് ചോദിച്ചു, നീ എന്താ എന്നോട് പിണങ്ങിയെന്നു? ഭാര്യ പറഞ്ഞു, ഞാൻ 1 മാസമായിട്ട് നിങ്ങളോട് പിണങ്ങിയിരിക്കുകയാണല്ലോ, നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ല.
ഇപ്പോഴാ പുള്ളിക്ക് പിടി കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള ബന്ധം അത്രയ്ക്കുള്ളൂ. ഒരു വീട്ടിലേക്ക് താമസിക്കുന്നു. നാം അങ്ങനെയാകരുത് കർത്താവുമായി. ഈ ചെറിയ നീരസങ്ങൾ പോലും, ദൈവത്തിന് അത്ര രസകരമല്ലാത്ത കാര്യങ്ങൾ പോലും നാം അത് സെൻസ് ചെയ്യാൻ, തിരിച്ചറിയാൻ കഴിയുന്നവരായിരിക്കണം. അത് വേണമെങ്കിൽ നാം തമ്മിൽ അത്ര അടുത്ത ബന്ധമുണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ അതൊക്കെ സ്വാഭാവികമായിട്ട് ഉള്ളതാണെന്ന് കരുതും. ലവോദിക്കയ്ക്ക് അതാ സംഭവിച്ചത്. ദൈവമായിട്ട് അങ്ങനെ ബന്ധമൊന്നും ഇല്ലാഞ്ഞതുകൊണ്ട് തമ്പുരാൻ ഇറങ്ങിപ്പോയിട്ട് പോലും അവരെ അറിഞ്ഞില്ല. സ്തോത്രം. നാം ഇപ്പോൾ അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. 3:20 വാക്യം അടിസ്ഥാനമാക്കി ലവോദിക്യ സഭയുടെ 8ാമത്തെ ഏറ്റവും പരിതാപകരവും ഗൗരവതരവുമായ പ്രശ്നം, യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ട സഭ, യേശു ഇറങ്ങിപ്പോയ സഭ, യേശു ഇല്ലാത്ത സഭ. വളരെ പരിതാപകരമായ അവസ്ഥ. ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ അത്രത്തോളം ഗൗരവതരമായ ഒരു വീഴ്ച സഭയ്ക്ക് വേറെ ഉണ്ടാകാനായിട്ടില്ല. This is the worst condition of the church, losing the presence of God. ഏറ്റവും വലിയ നഷ്ടം ഇതാണ്. അതിനുള്ള കാരണങ്ങൾ പ്രധാനമായും നമ്മൾ 3 ഇന്നലെ ചിന്തിച്ചു. പ്രധാനപ്പെട്ട കാരണങ്ങൾ. 3 key reasons why the church lost the presence of Christ. It's very general in the Bible, in the Old Testament in relation with Israel, and so also in the New Testament with the church. പഴയ നിയമത്തിൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ഉള്ള അതേ വിഷയം പുതിയ നിയമത്തിൽ ദൈവസഭയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതുപോലെ പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും ദൈവജനത്തിന്റെ ഏറ്റവും വലിയ വിശേഷത എന്ന് പറയുന്നത് നമ്മോടൊപ്പമുള്ള ദൈവ സാന്നിധ്യമാണ്. അതിന് നമ്മളൊരു പേര് പറഞ്ഞിരുന്നു നേരത്തെ, ചിലപ്പോൾ ഓർമ്മ കാണും. ഒരു പേര് എന്നല്ല, ഒരു ഫ്രേസ്, ഒരു പ്രയോഗം. സുജയ്ക്ക് ഓർമ്മ കാണും. കല്യാൺ മുതൽ ഞാൻ പറയാറുള്ളത് ദൈവ സാന്നിധ്യത്തിന്റെ സാമീപ്യം. അതായത് അങ്ങ് അകന്നിരിക്കുന്ന ഒരു സാന്നിധ്യമല്ല, അടുത്തിരിക്കുന്ന സാന്നിധ്യം. അടുത്തിരിക്കുന്ന സാന്നിധ്യം. ഡ്യൂട്ടറോണമി 4:7, ആവർത്തന പുസ്തകം 4:7 വാക്യം ഒന്ന് വായിച്ചോളൂ. നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ ഒക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ. കണ്ടോ, ഇതാണ് അടുത്തിരിക്കുന്നത്. സാമീപ്യം എന്ന പദം, ആ പ്രയോഗം ഞാൻ എടുക്കാൻ ഈ വാക്യമാണ് പ്രധാന കാരണം. Uniqueness of the people of God. The very distinguishing factors. There are 2 very distinguishing factors of the people of God. ദൈവജനത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്ന, വിശേഷതയുള്ളവരാക്കുന്ന 2 പ്രധാന ഘടകങ്ങൾ. അതിലൊന്നാണ് 7-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്, ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി, നമ്മുടെ ശ്രേഷ്ഠത. രണ്ടാമത്തേതാണ് 8-ാം വാക്യത്തിൽ കാണുന്നത്,
Verse number 8 is the second thing. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന ഈ സകല ന്യായപ്രമാണം പോലെ ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളും ഉള്ള ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ? ദൈവജനത്തിന്റെ രണ്ടാമത്തെ ശ്രേഷ്ഠതയാണ് എന്തുവാ? ചട്ടങ്ങളും വിധികളും. അതിനെ നമുക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വചനം. സ്തോത്രം. അപ്പോൾ നമ്മെ മറ്റുള്ളവരിൽ നിന്നും ശ്രേഷ്ഠതയുള്ളവരാക്കുന്ന രണ്ട് പ്രധാന ഘടകങ്ങൾ. ഒന്ന്, ദൈവത്തിന്റെ അടുത്തിരിക്കുന്ന സാന്നിധ്യം. രണ്ട്, നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള ദൈവത്തിന്റെ വചനം. These are the two special things or two factors that make God's people special, unique. One is the immanency of the presence of God, or the immanent presence of God. And second one is the entrustment or the endowment of the word of God. സ്തോത്രം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു കാര്യവും കൂടെ ഉണ്ട്. പഴയ നിയമത്തിൽ നമുക്ക് അങ്ങനെ കാണുവാൻ കഴിയാത്ത ഒരു കാര്യം പറയാമോ ആർക്കെങ്കിലും? ആനി സിസ്റ്റർ പറഞ്ഞു. ശരിയാ പറഞ്ഞേ. Holy Spirit. Yes. John 14:16 and 17. യോഹന്നാൻ 14:16-17. വാക്യം എടുത്തെങ്കിൽ 16-17 വായിച്ചോ, ഇല്ലേ 17 മാത്രം വായിച്ചാലും മതി. And I will ask the Father, and he will give you another counselor to be with you forever, the Spirit of truth. The world cannot accept him because it neither sees him nor knows him. But you know him, for he lives with you and will be in you. Praise God. വിശദീകരണങ്ങൾ കൂടാതെ നമുക്കറിയാവുന്ന കാര്യമാണ്. യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ പറ്റി പഠിപ്പിക്കുന്നു. ലോകത്തിന് പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ കഴിയുകയില്ല. ലോകം അവനെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ അറിയുന്നില്ല, കാണുന്നതുമില്ല. 3 കാര്യങ്ങൾ പറയുന്നുണ്ട് അവിടെ. The world cannot receive him, accept him. It neither sees him nor knows him. 3 things which the world can't accept or receive, or to have, not to have. Cannot have the Holy Spirit, neither know nor see him. But 3 കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് വേണ്ടി. You can receive him, then he lives with you and in you. പരിശുദ്ധാത്മാവ് വിശുദ്ധന്മാരോട് കൂടെ, സഭയോട് കൂടെ ഉള്ള ബന്ധത്തിൽ 3 കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാം. ദൈവസഭയ്ക്ക് വേണ്ടിയാണ്, വിശുദ്ധന്മാർക്ക് വേണ്ടിയാണ് എക്സ്ക്ലൂസീവായി പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. ലോകത്തിന് വേണ്ടിയല്ല. ക്രിസ്തു മുഴു ലോകത്തിനും വേണ്ടിയുള്ളതായിരുന്നു. പരിശുദ്ധാത്മാവ് ദൈവസഭയ്ക്ക് വേണ്ടി മാത്രമുള്ളത്. അതാണ് ഒരു മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ these 2 counselors, Jesus Christ and the Holy Spirit. യേശുക്രിസ്തുവും പരിശുദ്ധാത്മാവും എന്ന 2 കാര്യസ്ഥന്മാർ തമ്മിലുള്ള വ്യത്യാസം, പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം ഇതാണ്.
ക്രിസ്തുവിനെ ദൈവം മുഴു ലോകത്തിനും വേണ്ടിയാണ് നൽകിയത്. എല്ലാവർക്കും വേണ്ടിയാണ്. പ്രത്യേകാൽ യേശുക്രിസ്തു വരുന്ന സമയത്ത് മുഴു ലോകവും പാപത്തിലായിരുന്നു. ഏറ്റവും ഗതികെട്ട പാപിക്ക് വേണ്ടി പോലുമാണ് യേശുവിനെ നൽകിയത്. എന്നാൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നേരെ തിരിച്ച് വിശുദ്ധന്മാർക്ക് വേണ്ടി മാത്രം. 2, ഈ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ വസിക്കുന്നു. 3, നമ്മിൽ ഉൾവസിക്കുന്നു. സ്തോത്രം. അതല്ല നമ്മുടെ വിഷയം. ദൈവജനത്തിന്റെ വിശേഷതയാ പറഞ്ഞു വന്നത്. ദൈവസഭയുടെ വിശേഷതയാ പറഞ്ഞു വന്നത്. പഴയ നിയമത്തിലെ വിശുദ്ധന്മാരുടെ 2 പ്രത്യേകതകളായിരുന്നു ദൈവസാന്നിധ്യത്തിന്റെ സാമീപ്യവും നീതിയുള്ള ദൈവവചനത്തിന്റെ ദാനവും പ്രാപ്തിയും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവസഭയുടെയും ഏറ്റവും വലിയ വിശേഷതകൾ അവ തന്നെയാണ്. കൂടാതെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, ആവാസം എന്നൊക്കെ ഉള്ളതും കൂടെ. പരിശുദ്ധാത്മാവ് എന്നൊറ്റ വിഷയത്തിൽ അതും നമുക്കവിടെ നിർത്താം. അങ്ങനെയാകുമ്പോൾ ദൈവസഭ അല്ലെങ്കിൽ വിശുദ്ധന്മാർ സാധാരണഗതിയിലേക്ക് താണുപോകുന്നതിന് കാരണം ഈ 3 അഭാവമാണ്. ദൈവസാന്നിധ്യത്തിന്റെ നഷ്ടം, അത് പരിശുദ്ധാത്മാവിന്റെ തന്നെ നമ്മിൽ നിന്നും അകന്നു പോകുന്ന ഈ അനുഭവം കൂടെയാണ്. പിന്നെ വചനം അക്ഷരീയമായി നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടാവും. പണ്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള കക്ഷത്തിൽ ഇത് വെച്ച് പോക്കറ്റ് ദൈവത്തെ കൊണ്ട് നടക്കുന്ന കൂട്ടരായി പെന്തക്കോസ്തുകാർ അറിയപ്പെടുന്നു. ബൈബിൾ കക്ഷത്തിലും ദൈവം പോക്കറ്റിലും എന്നൊരു പ്രയോഗം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതിന് പ്രധാന കാരണം നമ്മുടെ ഇടയിലെ അച്ചായന്മാരാ. 2 കൈയും ഫ്രീ ആണെങ്കിലും യോഗം കഴിഞ്ഞാലോ യോഗത്തിന് മുമ്പോ ബൈബിള് നേരെ എടുത്തും കക്ഷത്തി വെക്കും. എനിക്കറിഞ്ഞുകൂടെ എവിടുന്ന് ഇത് കിട്ടിയ. ഞാൻ ഇടയ്ക്ക് പിന്നെ എന്ന് പറയുന്നു, നമ്മളാരും വേദപുസ്തകം കക്ഷത്തിക്കൊണ്ട് നടക്കല്ലേ. സ്തോത്രം. മൊബൈൽ വേണമെങ്കിൽ കക്ഷത്തി വെച്ചോ, കുഴപ്പമൊന്നുമില്ല. വേദപുസ്തകം വെക്കരുത്. നമ്മുടെ ഇടയിലെ സഹോദരന്മാരും മിക്കയിടത്തും, പ്രത്യേകിച്ച് മലയാളികളിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. മലയാളികളല്ലാത്തവരങ്ങനെ ചെയ്യാറില്ല. പാസ്റ്റേഴ്സ് ഉൾപ്പെടെ യോഗം കഴിഞ്ഞാൽ നേരെ എടുത്ത് നിങ്ങൾ വെക്കും. ഇത് കണ്ടുകൊണ്ട് മർത്തോമക്കാരൻ്റെ അച്ഛനും പറഞ്ഞതാ, പെന്തക്കോസ്തുകാരുടെ വിചാരം ബൈബിൾ കക്ഷത്തിലും ദൈവം പോക്കറ്റിലും അവൻ എന്തും ചെയ്യാമെന്നാണ്. അങ്ങനെ ചെയ്യരുത് കേട്ടോ. അതുപോലെ തന്നെ ആവർത്തിച്ചാണെങ്കിലും ഒന്ന് പറയുന്നു, നമ്മുടെ വിഷയത്തിൽ ബന്ധപ്പെട്ടതല്ല എങ്കിൽ കൂടെ, കസേരയിലിരിക്കുന്ന പ്രിയപ്പെട്ടവര്, ഇന്ന് മിക്കയിടത്തും യോഗങ്ങൾക്ക് കസേരയിലാണ് പലരും ഇരിക്കാറുള്ളത്. കസേരയിലിരിക്കുന്നവര് അവർ വന്ന് നേരെ കസേരയിലിരിക്കും, ബൈബിൾ എടുത്ത് അവരുടെ കാൽക്കൽ വയ്ക്കുകയും ചെയ്യും. നിലത്ത് താഴെ വെക്കരുത്, വെക്കരുത്. ചിലരാണെങ്കിൽ അവരിരിക്കുന്ന കസേരയുടെ കീഴിലോട്ടങ്ങ് വെക്കും. എന്നിട്ട് കാല് പുറകോട്ടൊക്കെ ഒന്ന് വെക്കുമ്പം അവരുടെ കാല് ബൈബിളിലാണ് കൊള്ളുന്നത്. പണ്ടൊക്കെ ഈ പട്ടത്വ സഭകളിലൊക്കെ ഉള്ള സമയത്ത് കാലെങ്ങാനും അതേ കൊണ്ട കുറഞ്ഞ പക്ഷം അതേ തൊട്ട് ഒന്ന് കുരിശെങ്കിലും വരയ്ക്കുമായിരുന്നു. ഇപ്പൊ പിന്നെ നമ്മൾ പെന്തക്കോസ്തുകാരായതുകൊണ്ട് അതും ഇല്ല. ചിലപ്പം ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് കാലുകൊണ്ട് തന്നെ അങ്ങോട്ട് തട്ടി മാറ്റുന്നത്. പ്ലീസ് ഡു നോട്ട് ഡു ദാറ്റ്. മൂന്നാമതൊരു സംഗതിയുണ്ട്, ബൈബിളൊക്കെ വെച്ചേക്കുകയാണെങ്കിൽ അതിന്റെ മുകളിലൂടെ കാലെടുത്ത് വെച്ച് പോകുന്നത്, അതും ചെയ്യരുത്. നമ്മുടെ
പ്രായമുള്ളവരുടെ ഒക്കെ മുമ്പിൽ ചിലപ്പോ കാലൊക്കെ നീട്ടി വെച്ചോണ്ടിരിക്കുക. കൊച്ചുമക്കൾ പോലും ആ കാല് അതിന്റെ മുകളിലൂടെ കാലെടുത്ത് വെച്ച് പോയാൽ ചുട്ട അടി കിട്ടും. അഴുക്ക് പിടിച്ചിരിക്കുന്ന വൃത്തികെട്ട കാല് കടന്നുപോയാൽ മാറിപ്പൊക്കണമെന്ന നിയമം. അപ്പോഴാണ് വേദപുസ്തകം ഇങ്ങനെ ഇരിക്കുമ്പം കാല് ഇങ്ങനെ എടുത്തു വെച്ചതിന് മുകളിലൂടെ പോകുന്നത്. പ്ലീസ് അതും ചെയ്യരുത്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം നിർത്താം. ബൈബിള് പലപ്പോഴും പലരും മറിക്കുന്നത് തുപ്പല് തൊട്ടാ. അതും ചെയ്യല്ലേ. തുപ്പല് തൊട്ട് ബൈബിള് മറിക്കരുത്. പിന്നെ ഞങ്ങൾ ഉപദേശകര് മാത്രമല്ല, കൂടുതൽ ഉപദേശകന്മാരാ. ഞങ്ങൾ പ്രസംഗിച്ച് വിയർപ്പൊക്കെ തുടച്ച് മൂക്കുമൊക്കെ വൃത്തിയാക്കുന്ന സാധനം പല സമയത്തും ബൈബിളിന് അടയാളം വെക്കാൻ വേണ്ടി ഇതേ ഹാങ് ചെയ്യാതെ. നോ, ഈ മൂക്കും വൃത്തിയാക്കി, മുഖവും വൃത്തിയാക്കി, കണ്ണും വൃത്തിയാക്കി, വിയർപ്പും ഒക്കെ ഉള്ള ഇതെടുത്ത് ബൈബിളിന്റെ മണ്ടയ്ക്കും വയ്ക്കരുത്, ബൈബിളിനകത്തും വയ്ക്കരുത് കേട്ടോ. ഇതൊക്കെ ഒരല്പം ഇതിനിടയിൽ വന്ന ഒരു കാര്യം ബൈബിളുമായുള്ള ബന്ധത്തിൽ പറഞ്ഞതേ ഉള്ളൂ. വെളിപ്പാട് പുസ്തകമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല കേട്ടോ. ബൈബിൾ കക്ഷത്തിൽ വെക്കുന്നതും കസേരയിൽ ഇരുന്നുകൊണ്ട് കാലിന്റെ അടുക്കൽ, അറ്റ് ദ ഫീറ്റ്, കാലിന്റെ അടുക്കൽ ബൈബിൾ വെക്കുന്നതും, പിന്നെ ബൈബിളിന്റെ മുകളിലൂടെ കാലെടുത്ത് വെച്ച് പോകുന്നതും, തുപ്പല് തൊട്ട് അതിന്റെ പേജ് മറിക്കുന്നതും, പിന്നെ നമ്മൾ ഹാങ്കി ബൈബിളിന്റെ മുകളിലും ബൈബിളിനകത്തും ഒക്കെ വെക്കുന്നതുമൊക്കെ അത്ര മാന്യമല്ലാത്ത ഒരു സംഗതിയാണ് എന്ന് ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, നിലത്തിരിക്കുകയാണെങ്കിൽ കൂടെ ഓഫറിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എന്ത് ചെയ്യാം എന്നൊരു ചോദ്യം വന്നു. അത് കുഴപ്പമില്ലാത്തതാണ്. അത് നമ്മൾ കാൽക്കൽ വെക്കുന്നതല്ല, അത് ഫ്ലോർ അവിടെ ഉള്ളൂ. അതേസമയം അതല്ല കസേരയിൽ ഇരിക്കുമ്പോൾ ഉള്ളത്. അത് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് ബൈബിൾ നിലത്ത് വെക്കുകയാണെങ്കിൽ അത് നമ്മുടെ കാൽക്കൽ വെക്കുന്നതായിട്ടല്ല, അതൊരു വിഷയമല്ല. സ്തോത്രം. താങ്ക് യു. ഞാൻ ഇടയ്ക്ക് ഈ കാര്യം പക്ഷെ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമ്മളെ കയ്യിരിക്കുന്ന ബൈബിള് നമ്മൾ ഇരുന്ന കസേര വെക്കുമല്ലോ, അത് ശരിയാണോ? എനിക്ക് അതിനോടും എനിക്ക് ഒരല്പം പ്രയാസമുണ്ട്. ഞാൻ സാധാരണ അങ്ങനെ ചെയ്യാറില്ല. നമ്മുടെ പുറകിൽ അത് വെച്ചിട്ട് നമ്മൾ അതിന്റെ മുമ്പിൽ കയറി നിൽക്കുന്ന, നമ്മുടെ ഇരിപ്പിടം ബൈബിളിന് നേരെ തിരിച്ചു നിർത്തുന്ന ആ ഒരു പ്രവണതയോടും എനിക്ക് വിയോജിപ്പാണുള്ളത്. അതും ചെയ്യാതിരിക്കുക നല്ലത്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല ആവോളം. ചില സമയത്ത് ഒഴിച്ചുകൂടാൻ വയ്യാത്ത സമയത്തെങ്ങാനും മനസ്സില്ല മനസ്സോടെ നിർബന്ധത്താൽ ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ടെങ്കിലും അങ്ങനെ ചെയ്യാതിരിക്കാനാണ് ഞാൻ ആവോളം ശ്രദ്ധിക്കാറ്. പക്ഷെ അന്നേരം പാസ്റ്റർ ഈ കൈയടിച്ച് പാട്ട് പാടുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബൈബിള് വെക്കാൻ ഇപ്പൊ ഞങ്ങൾക്ക് തന്നെ ആണെങ്കിൽ ചെയർ മാത്രമേ ഉള്ളൂ, ഫ്രണ്ടിൽ ടേബിളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ നമ്മുടെ നിസ്സഹായാവസ്ഥയിൽ നമ്മുടെ കസേരയിൽ അത് വെച്ചിട്ട് നമുക്ക് നിൽക്കേണ്ടതായിട്ട് വരും എന്ന്. അതാണ് ഞാൻ ഒടുവിലത്തെ അതിൽ പറഞ്ഞത്. ചിലപ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാതെ വരുമ്പോൾ അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതുകൊണ്ടാണ് ഈ എപ്പിസ്കോപ്പൽ ചർച്ചുകളിലൊക്കെ ബെഞ്ചുകൾ മിക്കവാറും, അല്ലെങ്കിൽ കസേരകളാണെങ്കിൽ പോലും ബൈബിൾ വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള ക്രമീകരണമുള്ള കസേരകൾ ഉണ്ട്. പക്ഷെ നമ്മുടെ ഇടയിൽ അങ്ങനെയൊന്നുമുള്ള ക്രമീകരണങ്ങളില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നാട്ടിലൊക്കെ ഉള്ള സഭാ ഹാളുകളിൽ ബെഞ്ചുകൾ തന്നെ
ഉണ്ടാക്കിയിട്ട് ഇനിയിപ്പം കുഷ്യൻ വേണമെങ്കിൽ കുഷ്യൻ ഇട്ടോ ബെഞ്ചിന്, കുഴപ്പമില്ല. പക്ഷെങ്കിൽ അതിന് ഒരു ബൈബിൾ വെക്കാനും പാട്ടുപുസ്തകം വെക്കാനും അതിന്റെ പുറകിൽ തന്നെയോ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് പോലെയോ വെക്കാം. വർഷങ്ങൾക്ക് മുമ്പ്, വളരെ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഒരു 40 വർഷത്തിനൊക്കെ മുകളിലായി ഞാൻ മർത്തോമ സഭയിലായിരുന്നിട്ട് ആ കാലത്ത് ആ സഭകളിലൊക്കെ ഈ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നു, ബെഞ്ചിനും ഒക്കെ. പക്ഷെ നമ്മുടെ ഇടയിൽ അങ്ങനെ ഒരു ക്രമീകരണം ഞാൻ ഒരിടത്തെങ്ങാണ്ട് കണ്ടിട്ടുണ്ട്, അല്ലാതെ ഞാൻ അങ്ങ് കണ്ടിട്ടില്ല. അതുകൊണ്ട് വേദപുസ്തകത്തെ നമുക്ക് മറ്റു പലരും ചെയ്യുന്നത് പോലെ എടുത്ത് മുത്തം ചെയ്യുകയോ ആരാധിക്കുകയോ ഒന്നും വേണ്ട. പക്ഷെ ഇത് ദൈവത്തിന്റെ വചനമാകുന്നത് കൊണ്ട് ആ ഒരു മാന്യത, ആ ഒരു ആദരവ് ഈ തിരുവചനത്തോട് നമ്മൾ കാണിക്കണം. അത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ കൂടെ ഒക്കെ നാം ചെയ്യേണ്ടതായ സംഗതിയാണ്. പക്ഷെ നമുക്ക് മുമ്പേ പറഞ്ഞതുപോലെ ഇത് ഒത്തിരി അങ്ങ് ഇടപഴകിയതാണെന്നുള്ള നിലയിൽ ഞങ്ങളുടെ ഒരു അമ്മമ്മ പറയുമായിരുന്നു, അച്ഛന്റെ കുപ്പായം കപ്പിയാർക്ക് പേടിയാണെങ്കിലും അച്ഛന്റെ കൊച്ചമ്മ കൊച്ചിനെ കിടത്തുന്നത് കുപ്പായത്തിലാണ്. കാരണം അച്ഛന്റെ കൊച്ചമ്മയ്ക്ക് കുപ്പായമായിട്ട് ഭയങ്കര അടുപ്പമല്ലേ, അച്ഛനും കൊച്ചമ്മയായിട്ട് കുപ്പായമായിട്ട്. അതുകൊണ്ട് കൊച്ചമ്മയ്ക്ക് കുപ്പായമൊന്നും ഒരു വിഷയമല്ല, കൊച്ചിനെ വേണമെങ്കിൽ കിടത്തിക്കളയെന്ന്. പക്ഷെ കപ്പിയാർക്ക് കുപ്പായം കാണുന്നത് ഭയങ്കര പേടിയാ. ഇതുപോലെ നമുക്ക് ബൈബിളുമായിട്ടൊക്കെ ഒത്തിരി അങ്ങ് ഇടപഴകി വന്നതുകൊണ്ട് നമുക്കതിനോടുള്ള ആ ഒരു ബഹുമാനം പോലും ദൈവവചനം എന്ന നിലയിൽ പലപ്പോഴും ഇല്ലാതെ പോകുന്നു. അതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ ഓർപ്പിച്ചു എന്നേ ഉള്ളൂ. സ്തോത്രം. നമുക്ക് മടങ്ങി വരാം. അപ്പൊ ദൈവസഭയ്ക്ക് നൽകിയിട്ടുള്ള നമ്മെ മറ്റുള്ളവരിൽ നിന്നും വിശേഷതയുള്ളവരും ശ്രേഷ്ഠരുമാക്കുന്ന പ്രധാന 3 ഘടകങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചിന്തിച്ചത്. ദൈവ സാന്നിധ്യത്തിന്റെ സാമീപ്യം, ദൈവത്തിന്റെ വചനത്തിന്റെ ലഭ്യത, നമ്മോടൊപ്പവും നമ്മിലുമുള്ള പരിശുദ്ധാത്മാവ്. എന്നാൽ ലവോദിക്യ സഭയെ സംബന്ധിച്ച് അതിലേറ്റവും പ്രധാനപ്പെട്ട ദൈവ സാന്നിധ്യം, ക്രിസ്തു സാന്നിധ്യം നഷ്ടപ്പെട്ടു. പക്ഷെ അവർക്കത് തിരിച്ചറിയാൻ സാധിച്ചില്ല. ആ ദൈവ സാന്നിധ്യത്തെ നഷ്ടപ്പെടുത്തുന്ന 3 ഘടകങ്ങൾ നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. ഒന്ന് പാപം അഥവാ അശുദ്ധി. രണ്ടാമത്തെ ഓർമ്മയുണ്ടോ? ഡിസ്പൈസിങ് ദ പ്രസൻസ് ഓഫ് ഗാഡ്. ഡിസ്പൈസിങ് ദ പ്രസൻസ് ഓഫ് ഗാഡ്. അതിനെയാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നത്, ഡു നോട്ട് ഗ്രീവ് ദ ഹോളി സ്പിരിറ്റ്. വീണ്ടെടുപ്പ് നാളിനായി നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ദുഃഖിപ്പിക്കരുത്. എഫേസ്യർ 4:30 വാക്യത്തിൽ പൗലോസ് പറയുന്നു, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അതാണ് പഴയ നിയമത്തിൽ അവർ യഹോവയെ, അവരോട് കൂടെ ഉണ്ടായിരുന്ന യഹോവയെ അവര് നിരസിച്ചു. മൂന്നാമത്തേത് നമ്മൾ യെഹെസ്കേലിൽ കണ്ടു, മ്ലേച്ഛത, അബോമിനേഷൻ. അത് വെറും പാപം മാത്രമല്ല, ആ പാപത്തിന്റെ ഏറ്റവും തീവ്രവും നികൃഷ്ടവുമായ അവസ്ഥയാണ് മ്ലേച്ഛത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Abomination is not a mere committing sin. It is the worst form of committing and continuing in sin. സ്തോത്രം. Abomination. പാപം ചെയ്തു എന്ന് കരുതി ഉടനെ ദൈവം അവരെ വിട്ടുപോകുന്നൊന്നുമില്ല. പക്ഷേ ആ ദൈവത്തിന്റെ സാന്നിധ്യം അവരോട് കൂടെയുള്ളത് പാസീവായി വന്ന് ഒടുവിൽ ഇല്ലാതെയാവുകയാണ്. ഇപ്പൊ ഞാനും ഇപ്പം സൂസൻ, എൻ്റെ വൈഫ്, ഒരു കടയിൽ ഒരു സാധനം വാങ്ങാൻ വേണ്ടി പോവുകയാണ്. ഇനി സൂസന് വേണ്ടി തന്നെ ഒരു തുണി വാങ്ങാൻ പോവുക. എന്നോട് പറഞ്ഞു, വാ. ഞാൻ പോയി, കൂടെ പോയി.
ഞാനാ കാശ് കൊടുക്കുന്നത്. പോയി സെലക്ട് ഒക്കെ ചെയ്തു. എൻ്റെ മുമ്പിൽ 3-4 കൊണ്ട് തന്നു. ഇതിലേതാ ഇഷ്ടപ്പെട്ടത്? ഞാൻ ഇഷ്ടപ്പെട്ട ഒരെണ്ണം പറഞ്ഞു. എന്നോട് വന്ന് ചോദിച്ചു, എന്റെ സെലക്ഷൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു. ഒടുവിൽ എന്നോട് ചോദിച്ചതേ ഉള്ളൂ, എടുത്തത് തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം. എനിക്കിഷ്ടമില്ലാത്ത ഒന്ന്, ഞാൻ വേണ്ടെന്ന് പറഞ്ഞതൊന്ന്. ഞാൻ ചിലപ്പം കാശ് കൊടുക്കും, അവിടെ വെച്ച് ഞാൻ ചിലപ്പോ ഒന്നും പറഞ്ഞെന്ന് വരില്ല. ചിലപ്പം വീട്ടിൽ വന്നു കഴിഞ്ഞും ഒന്നും പറഞ്ഞെന്ന് വരില്ല. ഞാൻ മനസ്സിൽ കരുതും, അടുത്ത പ്രാവശ്യം ആട്ടെ, അടുത്ത പ്രാവശ്യം എന്നെ വിളിച്ചാൽ ഞാൻ പോകത്തില്ല. വണ്ടിക്കൂലിക്ക് കാശ് കൊടുത്ത് വിടും. കാരണം ഞാൻ എന്തിനാ വരുന്നേ? പിന്നെ ഒത്തിരി നിർബന്ധിച്ചാൽ ചിലപ്പം 2-ാം പ്രാവശ്യം കൂടെ പോയി നിന്നിരിക്കും. പക്ഷെ പറയും, എന്നോട് അഭിപ്രായം ചോദിച്ചേക്കരുത്, ഞാൻ വരാം. അങ്ങനെ പതിയെ 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 ചിലപ്പോൾ 2-ഓ 3-ഓ 4-ഓ പ്രാവശ്യം ഞാൻ 2-ാം പ്രാവശ്യം പോയി നിന്നിരിക്കും, അഭിപ്രായം പറയത്തില്ല. 3-ാം പ്രാവശ്യം പോയി നിന്നിരിക്കും, കടയ്ക്കകത്ത് കയറത്തില്ല. 4-ാം പ്രാവശ്യം ചിലപ്പോൾ പോയി നിന്നിരിക്കും, അവിടെ ഇറക്കി വിട്ടിട്ട് ഞാനിങ്ങ് തിരിച്ചു പോരും. അടുത്ത പ്രാവശ്യം പറയും, ഞാൻ വരുന്നതേ ഇല്ല, നീ തന്നെ പൊക്കോ, ഇന്നാകാശ. ഒരു മനുഷ്യൻ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ, സ്തോത്രം, നമ്മോടൊപ്പമുള്ള പരിശുദ്ധാത്മാവിനെ നിരസിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്ന നമ്മോടും പരിശുദ്ധാത്മാവിന്റെ ദൈവസാന്നിധ്യത്തിന്റെ പ്രതികരണം ഏതാണ്ട് ഇതേപോലെയൊക്കെ തന്നെയായിരിക്കും. അതിൻ്റെ ഫ്രീക്വൻസി ചിലപ്പോൾ നമ്മൾ ഈ ചെയ്യുന്നത് പോലെ 1, 2, 3 എന്നുള്ള തവണകളിൽ ചെയ്തു എന്ന് വരില്ല. അത് ഞാൻ ഒന്ന് എടുത്തു കാണിച്ചിട്ട് ആ ഭാഗത്തിൽ നിന്ന് ഇങ്ങ് പോരാ. യെഹെസ്കേൽ പ്രവചനത്തിലാണ് നാം അതിൻ്റെ വളരെ വ്യക്തമായ ഒരു ചിത്രം കാണുന്നത്. ആത്യന്തികമായും അതല്ല, എക്സ്ക്ലൂസീവായി അതല്ല നമ്മുടെ വിഷയം എന്നതുകൊണ്ട് ഞാൻ ഒത്തിരി മറ്റ് സന്ദേശങ്ങളിൽ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് എന്നതുകൊണ്ടും ചിലപ്പോൾ നിങ്ങൾ പലരും അത് കേട്ടിട്ടുണ്ടാവും എന്ന കാരണത്താലും ഞാൻ അധികം ഇവിടെ നിൽക്കുന്നില്ല. 1-2 ഭാഗങ്ങൾ മാത്രം ഒന്ന് ചൂണ്ടിക്കാണിക്കാം. ഏറ്റവും ഒന്നാമത് നാം കാണുന്നത്, നാം അതിനെ യെഹെസ്കേൽ പ്രവചനത്തിൽ കാണുന്നത് ദ ഗ്ലോറി ഓഫ് ഗോഡ് എന്നാണ്. നമ്മളൊക്കെ സാധാരണ പ്രാർത്ഥിക്കുമ്പം പറയുന്നത്, കർത്താവേ നിന്റെ ശെഖേന ഇറങ്ങണേ. അത് തന്നെ, ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ തേജസ്. സ്തോത്രം. യെഹെസ്കേൽ 1-ാം അധ്യായത്തിന്റെ ഏതാണ്ട് 4-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ നാം ദൈവത്തിന്റെ സാന്നിധ്യത്തെ, ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദ ഷെഖീന ഓഫ് ഗോഡ്, ദൈവത്തിന്റെ തേജസ്സിനെ നാം കാണുന്നുണ്ട്. അവിടെ നിന്നും നാം മുൻപോട്ട് പോകുമ്പോൾ 3-ാം അധ്യായത്തിന്റെ 22, 23 വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്, ഞാൻ എഴുന്നേറ്റ് സമഭൂമിയിലേക്ക് പോയി, ഞാൻ കേബാർ നദീതീരത്ത് കണ്ട മഹത്വം പോലെ അവിടെ യഹോവയുടെ മഹത്വം നിൽക്കുന്നത് കണ്ടു, ഞാൻ കവിണ്ണു വീണു. ദൈവ സാന്നിധ്യത്തെയാണ് ദൈവത്തിന്റെ മഹത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 8-ാമത്തെ അധ്യായത്തിൽ അവിടേക്ക് നാം വരുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നാം ഇന്നലെ അതിന്റെ 6-ാമത്തെ വാക്യം വായിച്ചുവല്ലോ.
ദൈവത്തിന്റെ മന്ദിരം അല്ലെങ്കിൽ ദേവാലയത്തിൽ നിന്നും ദൈവസാന്നിധ്യം ഇറങ്ങിപ്പോകത്തക്കതുപോലെ അവർ മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. Ezekiel 8:6 says that people, by committing abominations, were compelling or insisting God to depart from his temple. So because of the abominable things, especially committing within the temple, God was about to leave his temple. ദൈവത്തിന്റെ മന്ദിരം വിട്ടുപോകാൻ വേണ്ടി ദൈവം ഒരുങ്ങി നിൽക്കുന്നതാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് 10-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. അതിന്റെ 1-ാമത്തെ വാക്യം 10:1. I looked, and I saw the likeness of the throne of sapphire above the expanse that was over the heads of the cherubim. Now verse 3, 3-ാം വാക്യം. Now the cherubim was standing on the south side of the temple when the man went in, and a cloud filled the inner court. Now the glory or the presence of God is within the temple upon the cherubims or cherubims. അതിവിശുദ്ധ സ്ഥലത്തുള്ള കൃപാസനത്തിങ്കലുള്ള കരൂബുകളിൻ മീതെ നമുക്ക് ദൈവ സാന്നിധ്യത്തെ, തിരുമഹത്വത്തെ കാണാം. ഇനി 4-ാമത്തെ വാക്യം, വേഴ്സ് നമ്പർ 4. Then the glory of the Lord rose from above the cherubim and moved to the threshold of the temple. Now the presence of God is moving from the cherubims. കരൂബുകളിന്മേൽ നിന്ന് ഉമ്മരപ്പടിയിലേക്ക് ദൈവത്തിന്റെ മഹത്വം അഥവാ സാന്നിധ്യം വാങ്ങിപ്പോകുന്നതായി നമുക്ക് കാണാം. നമുക്ക് വീണ്ടും മുൻപോട്ട് പോകുമ്പോൾ ആ ദൈവത്തിന്റെ സാന്നിധ്യം പിന്നെയും പോകുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇനിയും 10-ാം അധ്യായം നിങ്ങൾ വായിച്ചോണം കേട്ടോ. സ്തോത്രം. ഇനിയും 11-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് വരാം. ഇനി അല്ലെങ്കിൽ 10-ന്റെ തന്നെ 18-ഉം 19-ഉം കൂടെ ഒന്ന് വായിച്ചു. 18 and 19 also of chapter 10. Then the glory of the Lord departed from over the threshold of the temple and stopped above the cherubim. While I watched, the cherubim spread their wings and rose from the ground, and as they went, the wheels went with them. They stopped at the entrance to the east gate of the Lord's house, and the glory of the Lord, of the God of Israel, was above them. It is again moving the eastward. കരൂബുകളിന്മേൽ നിന്നും ആലയത്തിൽ നിന്നും ഉമ്മരപ്പടിമേൽ നിന്നുമൊക്കെ വീണ്ടും ഈ സാന്നിധ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കാണാം. ബാക്കി നിങ്ങൾക്ക് ഹോംവർക്ക് തരുന്നു. എന്നിട്ട് 11-ന്റെ 22-ഉം 20 തൊട്ട് വായിച്ചോളൂ. 11:20 following. Then they will follow my decrees and be careful to keep my laws. They will be my people, and I will be their God. But as for those whose hearts are devoted to their vile images and detestable idols, I will bring down on their own heads what they have done, declares the sovereign Lord. Then the cherubim, with the wheels beside them, spread their wings, and the glory of the God of Israel was above them. Yeah, 23. The glory of the Lord went up from within the city and stopped above the mountain east of it. കണ്ടോ?
കൃപാസനത്തിങ്കലുണ്ടായിരുന്ന ദൈവാലയത്തിനകം നിറഞ്ഞു നിന്നിരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അഥവാ മഹത്വം ഇപ്പോൾ എവിടെയായി? കിഴക്ക് വശത്തുള്ള പർവ്വതത്തിന്മേൽ. പട്ടണം വിട്ടു, യെരൂശലേം തന്നെ വിട്ടു പുറത്തു പോവുകയാണ്. സ്തോത്രം. നഗരത്തിന് കിഴക്കുവശത്തുള്ള യെരൂശലേം നഗരം തന്നെ വിട്ടുപോവുകയാണ്, കിഴക്കുവശത്തുള്ള പർവ്വതത്തിന്മേൽ നിന്നും. So the glory is departing gradually. ഞാൻ അതുകൊണ്ടാണ് മുമ്പേ പറഞ്ഞത്, if we despise or we reject the presence, if we grieve the Holy Spirit, he may not leave at once, but it happens gradually. ഇസ്രായേലിന്റെ പാപം നിമിത്തം ഒറ്റയടിക്ക് പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവസാന്നിധ്യം, ദൈവമഹത്വം ദൈവാലയം വിട്ടുപോയോ, നഗരം വിട്ടുപോയോ? ഇല്ല. ഗ്രാജുവലി ആ സംഭവിച്ചത്. മാറി അല്പാൽപമായി. ഒടുവിൽ യെരൂശലേം നഗരം തന്നെ വിട്ടുപോകുന്നതാണ് കാണുന്നത്. ഈ ഖാബോദന്മാരുടെ ജനനമാണ് ഇവിടെയെല്ലാം. മഹത്വം പോയി പോകുന്നു. The glory departs. The glory of God departing from his people. സ്തോത്രം. ഇത് സംഭവിക്കരുത് നമുക്ക്. ഇത് സംഭവിക്കരുത്. നമുക്ക് ഏറ്റവും അധികം വേണ്ടത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്. ഏറ്റവും അധികം വേണ്ടത്. എപ്പോഴും വേറെ എന്തൊക്കെ സംഭവിച്ചാലും ഈ ഒരൊറ്റ കാര്യം മാത്രം നാം ഉറപ്പാക്കിക്കോണം. ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു കാര്യം ആവർത്തിച്ചോട്ടെ. എൻ്റെ വിവാഹം 1996-ലായിരുന്നു, 1996-ലായിരുന്നു. അതിനുശേഷം ഞങ്ങള് അന്ന് ശുശ്രൂഷിക്കുന്ന യുപിയിലെ ആഗ്ര സഭയിൽ വന്നു. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ബന്ധുക്കളായ 2 പേര് താമസം ഉണ്ടായിരുന്നു, ഒരാങ്ങളെയും പെങ്ങളും. അങ്ങനെ ഞങ്ങൾ 4 പേരാ, ഞാനും വൈഫ് സൂസനും ഞങ്ങളുടെ ബന്ധുക്കളായ ആങ്ങളെയും പെങ്ങളും. എനിക്ക് മാത്രം ശാരീരികമായ പ്രശ്നങ്ങളൊന്നുമില്ല. എൻ്റെ വൈഫിനും മറ്റേ ആങ്ങളയ്ക്കും പെങ്ങൾക്കും, ഇവർക്ക് 3 പേർക്കും മാറി മാറി, ചിലപ്പോൾ 3 പേർക്കും ഒരുമിച്ച് ശാരീരിക പ്രയാസങ്ങളാണ്. നിങ്ങളോടൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാത്തതുപോലെയുള്ള പ്രശ്നങ്ങൾ. ഞാൻ ആദ്യമായിട്ട് എങ്ങനെയുള്ളൊരു സാഹചര്യം അഭിമുഖീകരിക്കുന്നു. വശം കെട്ടു, പ്രയാസമായി, എന്ത് ചെയ്യണമെന്നറിയില്ല. ബന്ധുക്കളോ മിത്രങ്ങളോ ആരും ഇല്ല. ഒടുവിൽ പ്രാർത്ഥിക്കുകയും പറയുകയും കരയുകയും ഒക്കെ അല്ലാതെ വേറെ ഗതിയൊന്നുമില്ല. പലപ്പോഴും നമ്മൾ ഈ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് വിശ്വാസം കൊണ്ടും ആശ്രയം കൊണ്ടൊന്നും അല്ലല്ലോ, ഭയം കൊണ്ടല്ലേ. അങ്ങനെ തന്നെ ഞാനും ചെയ്തു. എന്നാലും ദൈവം അങ്ങ് മനസ്സലിയും, ദൈവം ആയതുകൊണ്ട്. അങ്ങനെയുള്ളൊരു സമയത്തെ കർത്താവ് എന്നോട് പറഞ്ഞത് ഒരു കാര്യമാണ്. മോനെ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒറ്റ കാര്യം നീ ഉറപ്പാക്കിക്കോണം, ഞാൻ നിന്നോടൊപ്പം ഉണ്ടെന്ന്. ഇന്നതുപോലെ എനിക്ക് ധൈര്യം തരുന്ന ഒരു ഘടകമാണ് ദൈവം എന്നോട് പറഞ്ഞത്. ഞാൻ അതിനുശേഷം വൈഫിനോടും ഞങ്ങളുടെ ആ സഹോദരങ്ങളോടും പറഞ്ഞു, നിങ്ങൾ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ വയ്യാതെ കിടക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് തപ്പി നോക്കിക്കോണം, നിങ്ങളുടെ കട്ടിലിൽ കൂടെ കർത്താവ് ഉണ്ടെന്ന്. സ്തോത്രം. മേക്ക് ഷുവർ God is with you even when you are bedridden. സ്തോത്രം. Make it sure. ഞാൻ ഇപ്പോഴും എന്നോട്
പറയാറുള്ളൊരു കാര്യമാണ്, എന്നോട് ചോദിക്കാറുള്ളൊരു കാര്യമാണ്. ഈ സാഹചര്യത്തിൽ കർത്താവ് ഉണ്ടോടാ നിന്റെ കൂടെ? ഉണ്ടെന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല. ഞാൻ ആ പാഠം നിങ്ങൾക്കും ആവർത്തിച്ച് കൈമാറുന്നു. ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിൽ, വ്യക്തിപരമാകട്ടെ, കുടുംബപരമാകട്ടെ, ഔദ്യോഗികമാകട്ടെ, ശുശ്രൂഷാപരമാകട്ടെ, എന്തായിരുന്നാലും അപ്പോഴെല്ലാം ഒറ്റ കാര്യം ഉറപ്പാക്കണം, കർത്താവ് ഒപ്പമുണ്ട് എന്ന്. സ്തോത്രം. ഞാൻ ധൈര്യം പ്രാപിക്കുന്ന ഒരു രീതിയാ കർത്താവിനോട് സംസാരിച്ചതുകൊണ്ട്. ഇവിടെയും ഞാൻ അത് തന്നെ ആവർത്തിച്ചു പറയുന്നു. ഒരു സഭയുടെ വിജയം ആള് കൂടുന്നതിലല്ല, അത്ഭുതം നടക്കുന്നതിലല്ല, എല്ലാ മാസവും സ്നാനം നടക്കുന്നതിലല്ല. സ്തോത്രം. ഒരു സഭയുടെ വിജയം എന്നതിൻ്റെ ഒന്നാമത്തെ പടി ദൈവത്തിന്റെ സാന്നിധ്യം ആ സഭയിൽ എല്ലായ്പ്പോഴും ഉള്ളതിലാണ്. ആ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷെ അതൊക്കെ നടക്കുന്നത് കൊണ്ട് ഈ തിരുസാന്നിധ്യം ഉണ്ടെന്നാരും തെറ്റിദ്ധരിക്കരുതെന്ന് മാത്രം. സ്തോത്രം. അതാണ് നമുക്ക് വളരെ ആവശ്യമായിരിക്കുന്നത്. ലവോദിക്യ സഭയ്ക്ക് നഷ്ടപ്പെട്ട ഏറ്റവും വലിയ കാര്യം ദൈവ സാന്നിധ്യത്തിന്റെ നഷ്ടമായിരുന്നു. അതിൽ ഞാൻ ഇന്നലെ ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടായിരിക്കും. പ്രധാനമായും 2 കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ ദൈവം ചെയ്യുക. ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. ദൈവ സാന്നിധ്യം ജനത്തിന്റെ ഇടയിൽ നിന്നും ജനത്തെ തള്ളിക്കളയും. ഈ 2 കാര്യങ്ങളാണ് അതിൽ സംഭവിക്കാനിടയുള്ളത്. God will withdraw himself from his people. അതിൽ ഭയാനകമായ 2 ഘടകങ്ങളാണ്. ഒന്ന്, ദൈവത്തെ തന്നെ തന്റെ ജനത്തിൽ നിന്ന് പിൻവലിക്കും. അതായത് സർവവ്യാപിത്വമുള്ള ദൈവസാന്നിധ്യമല്ല നമ്മൾ ഈ പറയുന്നത് കേട്ടോ. അങ്ങനെ ദൈവസാന്നിധ്യം ഇല്ലാത്ത ഒരിടവും ലോകത്തിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ ഇല്ല. ആ അർത്ഥത്തിൽ നരകത്തിൽ പോലും എന്തുണ്ടാവും? ദൈവസാന്നിധ്യം. കാരണം സർവവ്യാപിയാണ്, എല്ലായിടത്തും ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ആ സർവവ്യാപിത്വമുള്ള സാന്നിധ്യത്തെ കുറിച്ചല്ല നമ്മൾ ഈ പറയുന്നത്. 2നെയും 2ആയിട്ട് കണക്കാക്കണം. പിന്നെന്താ? ദൈവം ദൈവമാളത്വരൂപേണ സ്നേഹത്തോടെ തൻ്റെ ജനത്തിനൊപ്പം വസിക്കുന്ന കൂട്ടായ്മ ബന്ധത്തിന്റെ കാര്യമായി പറയുന്നത്. See the difference? ചിലർക്ക് ഈ വിഷയത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. ദൈവം തന്റെ സാന്നിധ്യത്തെ പിൻവലിക്കും. ഇപ്പൊ ദൈവം ഇല്ലാത്ത സ്ഥലങ്ങളുണ്ടോ? ഇതിന് 2നെയും നമ്മൾ 2ആയിട്ട് കണക്കാക്കണം. As God is omnipresent. Being the omnipresent God is present everywhere, including even the hell. But this presence is not that omnipresence, but his personal presence in loving communion with his chosen ones, with all his might, with all his provisions, and with all his possibilities and pleasures. This is what we consider presence of God. ദൈവം സർവവ്യാപി, അല്ലെങ്കിൽ ദൈവം എന്ന നിലയിൽ സർവവ്യാപിയാണ്. സർവവ്യാപിയായ ദൈവം എന്ന നിലയിൽ ദൈവം ഇല്ലാത്ത ഒരു സ്ഥലവുമില്ല, ഒരിടവുമില്ല. എവിടെ പോലും ആ നിലയിൽ ദൈവ സാന്നിധ്യം ഉണ്ട്? നരകത്തിൽ പോലും. കാരണം സർവവ്യാപി ആയതുകൊണ്ട് ദൈവം എല്ലായിടത്തും ഉണ്ട്. എന്നാൽ നമ്മൾ ഈ പറയുന്ന ദൈവ സാന്നിധ്യം ആ സർവവ്യാപിത്വമായ
അല്ലെ സർവവ്യാപിയായ ദൈവസാന്നിധ്യത്തിൽ നിന്നും വ്യത്യസ്തപ്പെട്ട ഒന്ന് എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ മുഴു സാധ്യതയോടുകൂടെയും മുഴു പ്രസാദത്തിലും തൻ്റെ ജനത്തോടു കൂടെ അവർക്ക് വേണ്ടി ഇടപെടുവാൻ, പ്രവർത്തിക്കുവാൻ സ്നേഹ കൂട്ടായ്മയിൽ ആയിരിക്കുന്ന അവസ്ഥയാണ്. ദൈവം സർവവ്യാപി എന്ന നിലയിൽ എല്ലായിടത്തും ഉണ്ടെങ്കിലും ദൈവം അത്ഭുതങ്ങളെ ചെയ്യാനോ വ്യക്തിപരമായി സംസാരിക്കാനോ ഒന്നും എല്ലാവരോടും എല്ലായിടത്തും ഒരുമ്പെടാറില്ലല്ലോ. എന്നാൽ തൻ്റെ സാന്നിധ്യം തൻ്റെ ജനത്തിന് ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സംഗതി എന്താ? ആ ഒരു ലവിങ് ഫെലോഷിപ്പ് ഓർ കമ്മ്യൂണിയൻ. ദാറ്റ് ഓൾസോ എ കമ്മ്യൂണിക്കേറ്റിംഗ് കമ്മ്യൂണിയൻ. നമ്മൾ സാധാരണ പറയുന്നത് പോലെ ആശയവിനിമയം നടത്തുന്ന, പരസ്പരം സംസാരിക്കുന്ന ഒരു കൂട്ടായ്മ ബന്ധം. അവിടെ ദൈവം ആ സാന്നിധ്യം അനുഭവിപ്പാൻ കഴിയുന്നവർക്ക് ദൈവം തൻ്റെ സ്നേഹം പകരുന്നു. ആ സ്നേഹം കൊടുക്കുകയും എടുക്കുകയും ചെയ്തുകൊണ്ട് കൂട്ടായ്മ ആചരിക്കുന്നു. ആ കൂട്ടായ്മയിൽ ദൈവം തൻ്റെ തിരുവുള്ളം അവരോട് പങ്കുവയ്ക്കുന്നു. ആ സ്നേഹക്കൂട്ടായ്മയിൽ പറയാതെ പോലും, ആവശ്യപ്പെടാതെ പോലും തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ആ സാന്നിധ്യം ചിലതൊക്കെ ചെയ്യുന്നു. അതിനെല്ലാം സജ്ജമായി, ഒരുക്കമായി, മനസ്സോടെ തനിക്കുള്ളവരോടൊപ്പം സന്തോഷ കൂട്ടായ്മയിൽ, സ്നേഹക്കൂട്ടായ്മയിൽ ആയിരിക്കുന്ന അവസ്ഥയെയാണ് നാം ഇവിടെ ദൈവസാന്നിധ്യം എന്ന് അർത്ഥമാക്കുന്നത്. ആർക്കും ആശയക്കുഴപ്പമില്ലല്ലോ ഈ രണ്ടും തമ്മിൽ? സ്തോത്രം. അപ്പോൾ ദൈവം തൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ അപകടകരമായത് ചെയ്യുന്നു എന്നാണ് നമ്മൾ ചിന്തിച്ചത്. അതിൽ ഒന്നാമത്തേതാണ് എന്ത്? വിഡ്രോയിങ് ഹിംസെൽഫ് ഫ്രം ഹിസ് പീപ്പിൾ. ജനത്തിൽ നിന്ന്, ജനത്തിന്റെ നടുവിൽ നിന്ന് ദൈവം തൻ്റെ സാന്നിധ്യത്തെ പിൻവാങ്ങിപ്പിക്കുക, അല്ലെങ്കിൽ എടുത്തു കളയുക. നല്ല ഒരു തെളിവ് തരാം. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. 1 മുതലുണ്ട്, സമയം ലാഭിക്കാൻ വേണ്ടി 3-ാം വാക്യം വായിച്ചാട്ടെ. എക്സോഡസ് 33 വേഴ്സ് 3. വായിച്ചോ സുജ. വഴിയിൽ വെച്ച് ഞാൻ നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ നടുവിൽ നടക്കയില്ല, നീ ദുശാഠ്യമുള്ള ജനമാകുന്നു. അടുത്ത വാക്യം കൂടെ വായിച്ചു. ദോഷകരമായ ഈ വചനം കേട്ടപ്പോൾ ജനം ദുഃഖിച്ചു, ആരും തന്റെ ആഭരണം ധരിച്ചതുമില്ല. എന്നിട്ട് നിങ്ങൾ ദുശാഠ്യമുള്ള ജനമാകുന്നു. ഞാൻ ഒരു നിമിഷ നേരം നിന്റെ നടുവിൽ നടന്നാൽ നിന്നെ സംഹരിച്ചു കളയും. അതുകൊണ്ട് ഞാൻ നിന്നോട് എന്തു ചെയ്യണം എന്ന് നീ അറിയേണ്ടതിന് നിന്റെ ആഭരണം നീക്കിക്കളയും. അപ്പൊ 3-ാം വാക്യം മുതൽ 1-2 വാക്യങ്ങളിൽ ഒത്തിരി വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെയാ കർത്താവ് മോശയോട് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ 3-ാം വാക്യത്തിൽ പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ നടക്കയില്ല. അതായത് 1-ാം വാക്യം മുതൽ പറഞ്ഞു, മോശേ നീ ഈ ജനവുമായിട്ട് പൊക്കോ. എവിടേക്ക്? വാഗ്ദത്ത നാട്ടിലേക്ക്. നിങ്ങൾ പോകാൻ ഇറങ്ങിയതല്ലേ, അവിടേക്ക് പൊയ്ക്കോ. ആ ദേശമൊക്കെ നിങ്ങളുടെ അപ്പച്ചന്മാരോട് പറഞ്ഞതുപോലെ ഞാൻ നിങ്ങൾക്ക് തരാം. പിന്നെ വഴി അറിയത്തില്ലെങ്കിൽ ദൂതനെയും തന്നേക്കാം, പൊയ്ക്കോ. ബാക്കി എല്ലാം കർത്താവ് കൊടുത്തു. ഒരു കാര്യം മാത്രം കൊടുത്തില്ല. എന്തുവാ?
തന്നെത്താൻ. ഇതിനെയാണ് വിഡ്രോയിങ് ഗാഡ്സ് പ്രസൻസ് ഫ്രം ഹിസ് പീപ്പിൾ എന്ന് പറഞ്ഞത്. തന്റെ ജനത്തിൽ നിന്ന് സാന്നിധ്യത്തെ പിൻവലിക്കുക എന്ന് പറഞ്ഞത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്പേഴ്സ് 11:34, സംഖ്യാപുസ്തകം 11:34 കൂടെ വായിച്ചു. അവിടെ മലയാളത്തിലാണ് കുറെ കൂടെ നല്ലത്. എന്നാലും ഏതെങ്കിലും ഭാഷയെ നിങ്ങൾ വായിച്ചോളൂ, നോ ഇഷ്യൂസ്. Therefore, the place was named Kibroth Hattava. Sorry, 14:34. സംഖ്യാപുസ്തകം 14:34. ദേശം ഉറ്റുനോക്കിയ 40 ദിവസത്തിന്റെ എണ്ണത്തിനൊത്തവണ്ണം ഒരു ദിവസത്തിന് ഒരു സംവത്സരം വീതം 40 സംവത്സരം നിങ്ങൾ നിങ്ങളുടെ അകൃത്യങ്ങൾ വഹിച്ചു, എന്റെ അകൽച്ചയും അറിയും. എന്റെ അകൽച്ച അറിയും, എന്റെ അകൽച്ച അറിയും. മലയാളത്തിൽ ഇതുപോലെയുള്ള ആ ഒരു പ്രയോഗം എനിക്ക് തോന്നുന്നു മറ്റു ഭാഷകളിൽ ഇല്ല എന്ന്. എന്റെ അകൽച്ച അറിയും. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചത് 33-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യമായിരുന്നു. ഇപ്പൊ നമ്മൾ വായിച്ചത് സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിന്റെ 14-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യമാണ്. You shall know my displeasure. ഓക്കെ, അവിടെ ഇംഗ്ലീഷിൽ വായിക്കുന്നത് മൈ ഡിസ്പ്ലഷർ എന്നാണ്. ഡിസ്പ്ലഷർ. സ്തോത്രം. Amplified versionil, after the number of the days in which you spied out the land of Canaan, even 40 days, for each day a year shall you bear and suffer for your iniquities, even for 40 years, and you shall know my displeasure. ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത് the revoking of my promise and my estrangement. മലയാളത്തിൽ ഇതുപോലെ ഏകദേശം അവിടെ കൊടുത്തിട്ടുണ്ട്, മൈ എസ്ട്രേഞ്ച്മെന്റ്. സ്തോത്രം. അതായത് ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ കണ്ടോ. ഈ ഭാഗങ്ങളിൽ കാണുന്നത് എന്താ? ദൈവം തന്നെ തന്റെ ജനത്തിന്റെ നടുവിൽ നിന്ന് പിൻവലിക്കുന്നു, അല്ലെങ്കിൽ ദൈവം തന്റെ ജനത്തിന്റെ ഇടയിൽ നിന്ന് പിൻവാങ്ങുന്നു. അതാണ് നാം യെഹെസ്കേലിലും വായിച്ചത്. ശേഷിച്ച് 10-ാം അധ്യായത്തിലും 11-ാം അധ്യായത്തിലും ദൈവം എന്ത് ചെയ്യുന്നു? വിട്ടുപോകുന്നു. ദൈവം വിട്ടുപോകുന്നു. യിരെമ്യാവ് 14:8 നാം അതാണ് കാണുന്നത്. അതും കുറച്ചു നാൾ മുമ്പ് നമ്മൾ പറഞ്ഞെന്ന് എന്റെ ഓർമ്മ. ആ വാക്യം വായിച്ചിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ്. ഒന്നും കൂടെ വായിച്ചു. Jeremiah 14:8. There also we can see this estrangement. ഇസ്രായേലിന്റെ പ്രത്യാശയും കഷ്ടകാലത്ത് അവന്റെ രക്ഷിതാവും ആയുള്ളവേ, നീ ദേശത്ത് പരദേശിയെ പോലെയും ഒരു രാപാർപ്പാൻ മാത്രം കൂടാരമടിക്കുന്ന വഴിപോക്കനെ പോലെയും ആയിരിക്കുന്നത് എന്ത്? കണ്ടോ, here also withdrawal of his presence from his people. എന്റെ ഹൃദയത്തെ ഒത്തിരി കീറി മുറിക്കുന്ന, മുള്ളുകൊണ്ട് കുത്തുന്നത് പോലെ കുത്തുന്ന ഒരു വാക്യമായി. ഞാൻ ചിലപ്പോ ഓർക്കും, ഞാൻ എൻ്റെ അധ്വാന ഫലം കൊണ്ട്, എൻ്റെ വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ പണം കൊടുത്ത് വാങ്ങിയ, എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തുണ്ടാക്കിയ എൻ്റെ വീട്, എൻ്റെ ഭാര്യയെയും മക്കളെയും ഞാൻ അതിൽ പാർപ്പിക്കുന്നു. പക്ഷേ എനിക്ക് ആ വീട്ടിൽ സ്വാതന്ത്ര്യം ഇല്ലാതെ വരുന്നു. എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എന്നോട് മിണ്ടുന്നില്ല. ഞാൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ എൻ്റെ ഭാര്യയും മക്കളും ഉല്ലസിച്ച് തമാശയൊക്കെ പറഞ്ഞ് സന്തോഷിച്ചിരിക്കുക. എനിക്ക് പുറത്തുനിന്ന് കേൾക്കാം.
കളിയും ചിരിയൊക്കെ. ഞാൻ അകത്തേക്ക് വരുന്നു, ഇവരെല്ലാവരും ശാന്തരാകുന്നു, മിണ്ടുന്നില്ല. എന്നോട് തന്നെയല്ല, അവര് തമ്മിലും മിണ്ടുന്നില്ല. 4 ഭാഗത്തേക്കും അവർ ചിതറിപ്പോയി. ഞങ്ങളുടെ നോർത്ത് ഇന്ത്യൻ സംസ്കാരം അനുസരിച്ച് വന്നിട്ട് പച്ചവെള്ളം പോലും ചോദിക്കുന്നില്ല. യാതൊരു തരത്തിലും എന്നെ അവർ മാനിക്കുന്നില്ല. പല ആവർത്തിയായപ്പോൾ ഞാൻ വിചാരിച്ച്, ഈ വീട്ടിൽ ഞാൻ എന്തിനാ നരകത്തിൽ താമസിക്കുന്ന പോലെ താമസിക്കുന്ന? വീട് എന്റേതാ, ഭാര്യയും പിള്ളേരും ഒക്കെ എന്റേതാ, സംഭവം ശരിയാ. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് താമസിക്കുന്നില്ല. ഞാൻ ചിലപ്പം വേറെ എവിടെയെങ്കിലും ഒരു വാടക വീടെടുത്തായാൽ, ഒരു ലോഡ്ജ് മുറിയിലായാൽ താമസിക്കും. പിന്നെ വല്ലപ്പോഴും മാത്രം ഒന്ന് വരും. എന്തിനാ? ചിലപ്പം തുണി മാറാനോ തുണി എടുക്കാനോ 2-3 ജോഡി തുണി എടുത്തോണ്ട് പോവും. അല്ലെ വേറെ എന്തെങ്കിലുമൊക്കെ സാധനം അത്യാവശ്യത്തിന് എടുക്കാൻ ഒന്ന് വരും. വിരുന്നുകാരനെ പോലെ അല്പം മണിക്കൂറുകൾ താമസിക്കും. ഞാന് എന്നെ തന്നെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലിട്ട് ചിന്തിച്ചപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അങ്ങനത്തെ ഒരവസ്ഥ. ഇതിനേക്കാൾ എത്രയോ വേദനയോടെയാ ദൈവം ഇസ്രായേലിൽ നിന്ന്, യെരുശലേമിൽ നിന്ന്, ദേവാലയത്തിൽ നിന്ന്, ദൈവസഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഇത് തിരിച്ചറിഞ്ഞ പ്രവാചകനാ ചോദിക്കുന്നത്, ഇസ്രായേലിന്റെ പരിപാലകൻ, പ്രത്യാശയും കഷ്ടകാലത്ത് അവന്റെ രക്ഷിതാവുമായുള്ളവേ, നീ ഒരു പരദേശിയെ പോലെ എന്തുകൊണ്ടിങ്ങനെയായിരിക്കും? ഒരു രാത്രിയിലേക്ക് മാത്രം താമസിക്കാൻ കൂടാരം വഴിയരികിൽ എവിടെയെങ്കിലും അടിക്കുന്ന ഒരു യാത്രക്കാരനെ പോലെ നീ എന്തുകൊണ്ടായിരിക്കുന്നു? ഞങ്ങളൊക്കെ ചിലപ്പോൾ വാഹനം ഓടിച്ച് ദൂരെ യാത്ര ചെയ്യാറുണ്ട്. ചിലപ്പോൾ രാത്രി ഒരു സമയമാകുമ്പോൾ പിന്നെ വണ്ടി ഓടിക്കത്തില്ല. എവിടെയെങ്കിലും ഒരു ലോഡ്ജ് അന്നേരം കിട്ടിയാൽ ചിലപ്പോൾ എടുക്കും. ഇല്ലെങ്കിൽ വണ്ടി തന്നെ എവിടെയെങ്കിലും സൈഡിലേക്ക് ഒതുക്കി അതിൽ ഒന്ന് ഇരുന്ന് മയങ്ങും. ഇനി ലോഡ്ജ് എടുത്താൽ പോലും 24 മണിക്കൂറും അതിൽ താമസിക്കില്ല. അടുത്ത ചെക്കൗട്ട് സമയം വരെ പോലും അവിടെ നിൽക്കത്തില്ല. കാരണം നമുക്ക് യാത്ര ചെയ്യണം. അതുകൊണ്ട് അല്പ മണിക്കൂറുകളിലേക്ക് മാത്രം. ഇതുപോലെ ദൈവം ഇസ്രായേലിലായിരിക്കുന്നുവെന്നാണ് കണ്ണുനീരിന്റെ പ്രവാചകൻ വേദനയോടെ ദൈവത്തോട് ചോദിക്കുന്നത്. എന്തേ ഈ ഒരു അവസ്ഥ ഇന്ന് നമുക്ക് സഭയ്ക്കകത്ത് കാണാൻ പറ്റുന്നില്ലേ? ഈ പ്രവാചകനെ പോലെ ഉള്ളം നൊന്ത് ദൈവത്തോട് കരയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? യിരെമ്യാവിനെ പോലെ നമുക്കൊന്ന് കരഞ്ഞു ചോദിക്കാം, കർത്താവേ, നീ നിനക്കായി ഉണ്ടാക്കിയ, സ്വന്തം ചോര കൊടുത്തു വാങ്ങിയ സഭയായത്, ഞങ്ങളുടെ ആരുടെ അല്ല. നീ ഇത് വിട്ടിട്ട് പോകല്ലേ. ഇനിയും അങ്ങനെയാണെങ്കിൽ കർത്താവ് തൻ്റെ ജനത്തിന്റെ ഇടയിൽ നിന്ന് തന്നെ മാറ്റിക്കളയുന്നില്ലെങ്കിൽ രണ്ടാമത് ദൈവം ചെയ്യുന്ന കാര്യമാണ് എന്തേ? God will cast his people away. Praise God. അതിന്റെ ഏറ്റവും ദുഃഖകരമായ ചിത്രം കാണുന്നത് ഉൽപ്പത്തി 3:22 മുതലുള്ള വാക്യങ്ങളിലാണ്. സമയം നമ്മുടേത് തീർന്നതുകൊണ്ടും നമുക്ക് സംഭവങ്ങൾ
പരിചയമുള്ളത് കൊണ്ടും സ്തോത്രം ഞാൻ വിവരിക്കുന്നില്ല. സ്തോത്രം. പ്രൈസ് ഗാഡ്. ദൈവം തൻ്റെ സ്വരൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും സ്വന്തം കൈകൊണ്ടുണ്ടാക്കി സ്വന്തം വായ ചേർത്ത് പിടിച്ച് മൂക്കിലേക്ക് ജീവശ്വാസം ഊതി ജീവനുള്ള ദേഹിയാക്കി തീർത്ത ആദം ഹവ്വമാർ എല്ലാ സായാഹ്നങ്ങളിലും അക്ഷരീയമായ കൂട്ടായ്മയെ ആചരിച്ചിരുന്നവർ. പക്ഷേ അവിടെ നമ്മൾ കാണുന്നു, ദൈവം മനുഷ്യനെയും ഭാര്യയെയും ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അവിടെയും വേദനയോടെ ഞാൻ ഭാവന കാണാറുണ്ട്. ലജ്ജിതരായി തലകുനിച്ച് തിരിഞ്ഞു നിന്നൊരു ബൈ പറയാനുള്ള പ്രാഗൽഭ്യമില്ലാതെ കൂടെ വരുന്ന ഭാര്യയോടും ഭർത്താവിനോടും പോലും മുഖത്ത് നോക്കി സംസാരിക്കാൻ കഴിയാതെ ഇറങ്ങിപ്പോകുന്ന ആദം ഹവ്വമാർ. അടുത്തത് 4-ാം അധ്യായം 12-ാം വാക്യത്തിലാണ്. ജെനസിസ്, first of all we see this casting out his people from his presence. Genesis 3:22 following. Again we see the same in chapter 4 verse 12 following. 4-ന്റെ 10 തൊട്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കയീനെ ദൈവം തന്റെ സന്നിധിയിൽ നിന്ന് ആട്ടിക്കളയുന്നു. കയീൻ തന്നെ പറയുന്നു, നീ ഇന്ന് നിന്റെ സന്നിധിയിൽ നിന്നും എന്നെ ആട്ടിക്കളയുന്നു. എന്തു വേദനയാണെന്ന് ഓർത്ത് നോക്കിക്കേ. അങ്ങനെ ധാരാളമുണ്ട്. ഒടുവിൽ ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായ ശൗലിനെ ദൈവം തിരുസന്നിധിയിൽ നിന്നും മാറ്റിക്കളയുന്നു. ഇതൊക്കെ കൂടെ വെച്ചുകൊണ്ടാണ് പാപം ചെയ്ത ദാവീദ് സങ്കീർത്തനം 51:11 പറഞ്ഞത്, എൻ്റെ ദൈവമേ, ആദാം ഹവ്വമാരെയും കയീനെയും എൻ്റെ മുൻഗാമിയായ ശൗലിനെയും ഒക്കെ അങ്ങയുടെ സന്നിധിയിൽ നിന്നും ആട്ടിക്കളഞ്ഞതുപോലെ നിന്റെ സന്നിധിയിൽ നിന്നും എന്നെ തള്ളിക്കളയരുതേ. എൻ്റെ ഹൃദയത്തെ പിച്ചി ചീന്തുന്ന പ്രാർത്ഥനകളിൽ ചിലതാണിത്. ഓർമ്മ കാണും ദൈവമക്കൾക്ക്, കൊറോണ കാലത്ത് ഓൺലൈനിൽ ഞായറാഴ്ചത്തെ 3 ഞായറാഴ്ചകളിൽ നാം ഈ 51-ാം സങ്കീർത്തനം 11-ാം വാക്യം ആധാരമാക്കി ഈ വിഷയങ്ങൾ ചിന്തിച്ചതാണ്. അന്നുണ്ടായിരുന്നവർക്ക് ഓർമ്മ കാണും. യെസ്, സ്തോത്രം. പ്രൈസ് ഗാഡ്. പലർക്കും ഓർമ്മയുണ്ട് അന്നത്തേത്. താങ്ക് യു, വെരി ഗുഡ്. അപ്പൊ ഈ 2 സംഗതിയാണ് സംഭവിക്കുന്നത്. ഒന്ന്, ദൈവം തന്നെ നമ്മുടെ ഇടയിൽ നിന്നും മാറ്റിക്കളയാം, അല്ലെങ്കിൽ നമ്മെ തിരുസന്നിധിയിൽ നിന്ന് തള്ളിക്കളയാം. ഇത് രണ്ടും സംഭവിക്കരുത്. ഇപ്പോൾ മാത്രമല്ല, നിത്യതയിലും. സഭയിൽ നിന്ന് സംഭവിക്കുന്നത് എന്താ? സഭയിൽ നിന്ന് കർത്താവ് അങ്ങ് ഇറങ്ങിപ്പോവും. നിത്യതയിൽ തിരുസന്നിധിയിൽ നിന്നും നമ്മെ തള്ളിക്കളയുകയും ചെയ്യും. ഇത് രണ്ടും ഇവിടെയും അവിടെയും ഭവിക്കാതിരിപ്പാൻ നമുക്ക് ദൈവത്തോട് പറയാം, ആഗ്രഹിക്കാം. മറ്റെന്തിനേക്കാളും ദൈവ സാന്നിധ്യത്തെ നമുക്ക് ആഗ്രഹിക്കാം. സ്തോത്രം. അതേപോലെ നമുക്ക് തിരുസാന്നിധ്യത്തെ കൊതിക്കാം. അതിനു വേണ്ടിയുള്ള കൊതി. അത് വെച്ചാണല്ലോ മോശ പറഞ്ഞത്, നീ എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്നും പുറപ്പെടുവിക്കരുതേ. ആ സാന്നിധ്യത്തിന് വേണ്ടിയുള്ള കൊതിയോടെ ഒരു ക്ലബായി നാം അധപ്പതിക്കാതെ ദൈവ സാന്നിധ്യത്തെ വഹിക്കുന്ന യഥാർത്ഥ ദൈവസഭയായി നിലനിൽക്കുവാൻ നമ്മെ നമുക്ക് സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.